ഇത് ലാസ്റ്റ് മൂകാംബികയിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പുള്ള പിന്നാമ്പുറ കാഴ്ചകളാണ്. ഏതൊരു കലാകാരന്മാരുടെയും ഇഷ്ടങ്ങളിലൊന്നാണ് മൂകാംബികയിൽ പോകുന്നതും അവിടെ സരസ്വതി മണ്ഡപത്തിൽ പെർഫോം ചെയ്യുന്നതും. മൂകാംബികയിൽ എപ്പോൾ പോയാലും ഞാൻ അവിടെ പെർഫോം ചെയ്യാറുണ്ട്. കലാകാരന്മാരെന്നല്ല, പോകാൻ കഴിയുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും മൂകാംബികയിൽ പോകണം. ഏതൊരു സ്ത്രീയുടെ പിന്നിലും ഒരു പുരുഷനുണ്ടാകുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ദേ ആ പുരുഷനാണ് എൻ്റെ പിന്നിൽ നിന്ന് തലകെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പുരുഷൻ. എന്നെപ്പോലെ വിവാഹിതരായ കലാകാരിമാർ, പ്രത്യേകിച്ച് നൃത്തം പ്രൊഫഷനാക്കിയവർ ഫീൽഡിൽ ഒരുവിധം പിടിച്ചു നിൽക്കണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് ഒരു അമ്മ കൂടി ആയിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ 100% ലക്കിയാണ്. എൻ്റെ മക്കളുണ്ടായിട്ട് പോലും എനിക്ക് ഫീൽഡിൽ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നിട്ടില്ല. അതിന് കാരണം ഏട്ടൻ തന്നെയാണ്. പല പ്രതികൂല സാഹചര്യങ്ങളുണ്ടായി ഡാൻസ് തന്നെ പാടി ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് പോലും എന്നെ കൂടുതൽ ആത്മവിശ്വാസം തന്ന് നീ സംഭവമാണ്, കിടുവാണ് എന്നൊക്കെ വെറുതെയെങ്കിലും പറഞ്ഞ് എന്നെ ഇങ്ങനെ ഓണാക്കി ഫീൽഡിൽ നിർത്തിയതും ഏട്ടൻ തന്നെയാണ്. പല കാര്യങ്ങൾ ചെയ്യാൻ മടിച്ചിരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന ഏട്ടനാണ് എൻ്റെ ഹീറോ. ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.